നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് കല്ലടിക്കോട് വാഹനാപകടം. അപകടത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. തിരുവേഗപ്പുറയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 8 വയസ്സുകാരനെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുന്നു. ഒഴുക്കിൽപ്പെട്ട സഹോദരനെ നാട്ടുകാർ രക്ഷപ്പെടുന്നു. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കം. ദേശീയപാതയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മാറ്റി സ്ഥാപിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ സ്ഥലം പരിശോധിച്ചു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. പോക്സോ കേസിൽ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി റിമാൻഡിൽ. മലപ്പുറം ജില്ലാതല ഓണാഘോഷത്തിന് കോട്ടക്കുന്നിൽ തുടക്കം. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. നാടിനെ നടുക്കി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോട് കാഞ്ഞിക്കുളത്ത് വാഹനാപകടം. അപകടത്തിൽപ്പെട്ട കണ്ടെയ്നറും ലോറിക്കും തീപിടിച്ചു. ലോറി ഡ്രൈവർ വെന്തു മരിച്ചു. കണ്ടെയ്നർ ഡ്രൈവർക്ക് കാലിന് പരിക്കേറ്റ് ആശുപത്രിയിൽ. നമുക്ക് ഏകദേശം കോങ്ങാട് നിലയത്തിലേക്ക് 5:35 കോള് ലഭിച്ചത്. ഉടനെ തന്നെ വാഹനം അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് എത്തുകയും മണ്ണാർക്കാട്ടു നിന്നും പാലക്കാട്ടു നിന്നും നമ്മൾ അസിസ്റ്റൻ്റായി വണ്ടികൾ വിളിക്കുകയും ചെയ്യും. ഇവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം 2 വാഹനത്തിൻ്റെ ക്യാബിൻ പൂർണ്ണമായും കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉടനെ തന്നെ വെള്ളം പമ്പ് ചെയ്ത് തീ അണച്ചപ്പോഴാണ് മനസ്സിലായത് കോഴിത്തീറ്റ കയറ്റിയ വാഹനത്തിലെ ഡ്രൈവർ അതിനകത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുകയായിരുന്നു. ഇതിൽ JCB വന്ന് ലോറി ഒന്ന് അനക്കിയതിന് ശേഷമാണ് ആ ബോഡി നമുക്ക് ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോൾ എന്തായാലും NH 66 റോഡ് ബ്ലോക്കാണ്. ഇപ്പോൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാ വർക്കുകളും കഴിഞ്ഞ് മണ്ണാർക്കാട് പാലക്കാട് കോങ്ങാട്ടും 4 യൂണിറ്റുകൾ വന്നാണ് തീ അണച്ചത്. ദേശീയപാതയിൽ കാഞ്ഞിക്കുളം സത്രങ്കാവ് സഹകരണ ബാങ്കിന് സമീപമാണ് കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചത്. ഇടിച്ച വാഹനങ്ങൾക്ക് തീപിടിച്ചതോടെ ഓടിയെത്തിയ നാട്ടുകാർക്ക് വാഹനങ്ങൾക്കടുത്തേക്ക് എത്താൻ സാധിക്കാതെയായി. ലോറി ഡ്രൈവറായ ആറ്റാശ്ശേരി ചെറുപുറം സ്വദേശിയായ നസുറുദ്ദീൻ തൽക്ഷണം മരിച്ചു. കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുലർച്ചെ 5:30യോടെയാണ് അപകടം. കോഴിക്കോട് ഭാഗത്തു നിന്ന് വന്ന കണ്ടെയ്നറും കോഴിത്തീറ്റയുമായി പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. കണ്ടെയ്നറിൽ നിന്നും തെറിച്ചു വീണ ഡ്രൈവർ ഇഴഞ്ഞു പുറത്തെത്തിയതിനാൽ ജീവൻ രക്ഷിക്കാനായി. കാലിന് ഗുരുതര പരിക്കേറ്റ കണ്ടെയ്നർ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസും ഫയർഫോഴ്സും എത്തി തീയണച്ചതിന് ശേഷമാണ് വാഹനങ്ങൾക്ക് അടുത്തേക്ക് എത്താനായത്. 2 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. എൻ്റെ കൂടെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു സൗണ്ട് കേട്ടിട്ട് ഞെട്ടെണീക്ക് റോഡിലേക്ക് ഓടിപ്പാഞ്ഞ് വന്ന് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര വണ്ടി ഉണ്ടെന്നോ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതിനകത്ത് ഈ കണ്ടെയ്നറിൽ നിന്നുള്ള ഡ്രൈവർ പുറത്തേക്ക് ചാടി നിലത്ത് കിടന്ന് കഴിഞ്ഞ് റോഡ് സൈഡിലേക്ക് മാറുകയാണ്. ഞങ്ങൾക്ക് കൈകാലം മറിച്ചിട്ട് എടുക്കാനോ പിടിക്കാനോ ഒന്നുമില്ല. വണ്ടികളോ ഒന്നുമില്ല. ആംബുലൻസിനെ വിളിച്ച് വരുത്താനോ മണികണ്ഠനെ നവജീവൻ ആംബുലൻസിനെ വിളിച്ച് വരുത്തി. അപ്പോൾ അവൻ തിരിച്ച് ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ചായനെ വിളിച്ച് വരുത്തിയിട്ട് അയാളെ കയറ്റി വിടുകയാണ് ചെയ്തത്. ഏകദേശം 1 അരമണിക്കൂറിന് ശേഷമാണ് ഫയർഫോഴ്സ് പോലീസ് എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ വണ്ടീൻ്റെ ഉള്ള ആളുണ്ടോ? ഈ വണ്ടിക്കകത്ത് ആൾ കിടക്കുന്നുണ്ട്. അതിൻ്റെ ക്യാബിൻ തകർന്നതുകൊണ്ട് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അയാളെ ഏകദേശം അതിനകത്ത് ഒരു കത്തിക്കരിഞ്ഞ നിലയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എത്ര മണിക്ക് സംഭവം? സംഭവം ഒരു 5 മണിക്ക് ശേഷമാണ് നടന്നിരിക്കുന്നത്. ഒരു 5:10 അതിൻ്റെ ഉള്ളിലാണ്. കൃത്യമായിട്ട് ടൈം നോക്കാൻ പറ്റില്ല. തിരുവേഗപ്പുറയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 8 വയസ്സുകാരനായി തിരച്ചിൽ തുടരുന്നു. സഹോദരനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ബുധനാഴ്ച വൈകുന്നേരം 6 മണിയോടെയായിരുന്നു സംഭവം. വ്യാഴാഴ്ച വൈകിട്ട് വരെ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. കൊടുമുണ്ട മൂർക്കാൻകുഴി അബ്ദുൽ ഹക്കീമിന്റെ മകൻ സഅദിനെയാണ് കാണാതായത്. കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുഴയിൽ തുടരുകയാണ്. സഅദും സഹോദരൻ സഹലും മാതാവിന്റെ വീടായ പൈലിപ്പുറത്തേക്ക് വിരുന്നു വന്നതായിരുന്നു. വീടിനോട് ചേർന്നാണ് പുഴയുള്ളത്. പൈലിപ്പുറം കാളയാർ വട്ടം കടവിലേക്ക് മാതാവ് മുർഷിദയുടെയും വല്യമ്മയുടെയും കൂടെ കുട്ടികൾ കളിക്കാൻ ഇറങ്ങിയതായിരുന്നു. ഇതിനിടെ സഅദ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ജ്യേഷ്ഠൻ സഹൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടു. കരയിലുണ്ടായിരുന്നവരുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയവരാണ് സഹലിനെ രക്ഷപ്പെടുത്തിയത്. അതേസമയം സഅദിനെ രക്ഷിക്കാനായില്ല. തുടർന്ന് കൊപ്പം പോലീസും പട്ടാമ്പി, പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ അഗ്നിശമന സേനാ യൂണിറ്റും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. രാത്രിയോടെ തിരച്ചിൽ നിർത്തി. വ്യാഴാഴ്ച രാവിലെ വീണ്ടും തിരച്ചിൽ തുടങ്ങി. പൈലിപ്പുറത്തെ മുങ്ങൽ വിദഗ്ധരും സ്കൂബ ടീമും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. ഇന്നലെ വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ഇങ്ങനൊരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്.
ഇവിടെ ഇങ്ങോട്ട് വിരുന്ന് വന്ന കുട്ടികളാണ്. ഇവിടുന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയ മുർഷിദ എന്ന് പറഞ്ഞ ഒരു കുട്ടി കൊടുമുണ്ടക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നു. അവർ വീട്ടിക്ക് ഓണ വെക്കേഷന് അവധിക്ക് വന്നതായിരുന്നു. ഇന്നലെ സാധാരണ അവർ വന്നപ്പോഴേക്ക് കാണാനൊക്കെ വരാറുണ്ട്. അപ്പൊ ഇന്നലെ ഒന്നിച്ച് വന്നിരുന്നു. അപ്പോൾ കുട്ടികൾ കളിക്കുന്നതിന്റെ ഇടയിലാണ് ഈ കുട്ടി പുഴയ്ക്ക് വെള്ളത്തേക്ക് പോയത്. അത് കണ്ട് ജ്യേഷ്ഠ സഹോദരൻ പിടിക്കാൻ ചെന്നു. അവർ രണ്ടാൾ കൂടി മുങ്ങി. അങ്ങനെ വലിയ കുട്ടിയെ ഇവിടെ ഇവര് കരച്ചിലൊക്കെ കേട്ടപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഹക്കീമും മഷൂദാറിന് രണ്ട് കൂട്ടുകാർ വന്നു. അവര് ഒരാളെ രക്ഷപ്പെടുത്തി. അപ്പൊ അവര് വന്നപ്പോ മറ്റേ കുട്ടിനെ കണ്ടിട്ടില്ല. അപ്പത്തിന് ആ കുട്ടി താന്നു. പിന്നെ അപ്പത്തിന് തന്നെ നാട്ടിൽ പുറത്ത് വിവരം അറിഞ്ഞ് നാട്ടിലെ ആളുകളെല്ലാവരും ഇന്നത്തെ മുങ്ങൽ വിദഗ്ധരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് പരമാവധി ഇന്നലെ തന്നെ തെരഞ്ഞു. അപ്പൊ ഒന്നും കണ്ടു കിട്ടിയില്ല. പിന്നെ ഫയറിനെ അറിയിച്ചു. ഫയറിൽ വന്നു, പോലീസ് വന്നു. എന്നാലും രാത്രി വൈകിട്ട് ഒരു 9:15 വരെ തെരഞ്ഞിട്ട് ഇന്നലെ കിട്ടിയില്ല. ഇന്നത്തെ തെരച്ചിൽ ഇന്നലെ നിർത്തിവെച്ചു. ഇന്ന് രാവിലെ ഫയർ ടീം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂബ ടീമുണ്ട്. മറ്റു നാട്ടിലെ മുങ്ങൽ വിദഗ്ധരൊക്കെ ഉണ്ട്. ഇപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ബസ് സ്റ്റോപ്പുകൾ മാറ്റിസ്ഥാപിക്കും. ഇതിനു മുന്നോടിയായി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കൊർമുക്കിലിന്റെ നേതൃത്വത്തിൽ സ്ഥല പരിശോധന നടത്തി. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ മഞ്ഞളാംകുഴി അലി MLA നേതൃത്വത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നിരുന്നു. അങ്ങാടിപ്പുറത്തെ ബസ് സ്റ്റോപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന കാര്യം ഈ യോഗത്തിലെ പ്രധാനപ്പെട്ടൊരു തീരുമാനമായിരുന്നു. ഇത് പ്രകാരം അങ്ങാടിപ്പുറം ജംഗ്ഷന് സമീപത്തെ ഫെഡറൽ ബാങ്കിനോട് ചേർന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം 50 മീറ്റർ അപ്പുറത്തേക്ക് മാറ്റിസ്ഥാപിക്കും. ഇതിനു മുന്നോടിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കലിന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റോപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം പരിശോധിച്ചു. സ്ഥിരം സമിതി ചെയർമാൻമാരായ അബു സാഹിർ തങ്ങൾ, സലാം ആറങ്ങോടൻ, മഞ്ഞളാംകുഴി അലി MLA പ്രതിനിധി ആഷിഖ്, അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുനിൽ ബാബു തുടങ്ങിയവരും പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം എത്തിയിരുന്നു. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. കുമരമ്പത്തൂർ മരുതംകാട് സ്വദേശി മുഹമ്മദ് മുസ്തഫയെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം കാണിച്ചുവെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മലപ്പുറം ജില്ലാതല ഓണാഘോഷ പരിപാടികൾക്ക് കോട്ടക്കുന്നിൽ തുടക്കം. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായാണ് മലപ്പുറം ജില്ലാതല ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കോട്ടക്കുന്ന് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഓണം നമ്മുടെയൊക്കെ ഒരാഘോഷ വേളയാണ്. കേരളത്തിൻ്റെ മലയാളികളുടെ മുഴുവൻ ഒരു സന്തോഷത്തിൻ്റെ സമയമാണ്. നല്ല നാളുകളെക്കുറിച്ചുള്ള ഓർമ്മ. നമുക്കൊരു നല്ല കാലമുണ്ടായിരുന്നു, ആ കാലം എന്നും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന. അതാണ് ഓണം നൽകുന്ന സന്ദേശം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എല്ലാവർക്കും സുഭിക്ഷമായി ജീവിക്കുന്ന കാലം, അത് മനുഷ്യൻ്റെ സ്വപ്നമാണ്. അതിങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നത് തന്നെ അഭിമാനമാണ്. അതിനുവേണ്ടി ഒത്തൊരുമിച്ച് പരിശ്രമിച്ച് മുന്നോട്ട് പോകാം എന്ന മഹത്തായ സന്ദേശം കൂടി ഓണം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഓണം വളരെ വളരെ വിശിഷ്ടമായ വിശേഷമായ അവസരമാണ് മലയാളിയുടെ. അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TP അഷ്റഫ് അലി MLA, മലപ്പുറം നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജിതേഷ് G അനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൗസിയ പെരുമ്പള്ളി, മുൻ MLA P ഉബൈദുള്ള, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാവ, MK മുഹസിൻ, CH നൌഷാദ്, സുന്ദരൻ, ADM PO സാദിഖ്, DTPC സെക്രട്ടറി വിപിൻ ചന്ദ്ര തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 26 മുതൽ 30 വരെ നീണ്ടുനിൽക്കുന്ന വിപുലമായ കലാസാംസ്കാരിക പരിപാടികൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് കോട്ടക്കുന്നിൽ അരങ്ങേറും. തിരുവോണ ദിവസത്തെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് പിന്നാലെ അരങ്ങേറിയ കലാപരിപാടികൾ ചിരിയുടെയും സംഗീതത്തിന്റെയും നിറവിൽ ആഘോഷമാക്കി. ചലച്ചിത്ര താരങ്ങളായ ഹരീഷ് കണാരനും നിർമ്മൽ പാലാഴിയും ചേർന്ന് അവതരിപ്പിച്ച കണാരൻ ഷോ സദസ്സിൽ ചിരി പടർത്തി. കോഴിക്കോടൻ ശൈലിയിലുള്ള നർമ്മ സംഭാഷണങ്ങളും സമകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള സ്കിറ്റുകളും കാണികളെ പൊട്ടിച്ചിരിപ്പിച്ചു. വരാൻ കുറച്ച് വൈകിപ്പോയി. ഇവിടെ ഇല്ല, ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ചേട്ടാ ഇത് ഒന്ന് അവിടെ പോയി ഇവിടെ പ്രോഗ്രാം
പ്രോഗ്രാം തുടങ്ങി അവിടെ പോയിരുന്നു. എന്ത് വരും ഇവിടെ ഞങ്ങൾ ഷോ തുടങ്ങി, അതാണ്. അപ്പോൾ ഇപ്പം അതിന് ഞാൻ എന്താ വേണ്ടേ? നിങ്ങളിവിടെ ഒന്നും സംസാരിക്കില്ല, ഇടയിൽ കൂടെ ഒന്നും സംസാരിക്കില്ല ഇവിടെ. ഏടോ, ഞാൻ ഇവിടുത്തെ വിശിഷ്ടാതിഥിയാണ്, ഉദ്ഘാടകനാണ് ഞാൻ. ഉദ്ഘാടകൻ? ഇയാളത് എന്താ, നിങ്ങൾ എങ്ങനെയാണ് വിശിഷ്ടാതിഥിയാവുക? ഉദ്ഘാടനമൊക്കെ വേറെ ആൾക്കാർ ചെയ്ത് പോയി ഇവിടെ. ഞാനാ എന്നോട് പറയാ? ഇവിടെ ഇവര് വിളിച്ചതല്ലേ? ആര് വിളിച്ചേ? എന്നെ മറ്റേ സതീശൻ വിളിച്ചത് അവിടേക്ക്. സതീശേ? ഏതൊക്കെ സതീശൻ അറിയൂ? ഞാനിപ്പം കൂടുതലായിട്ട് എല്ലാവരുടെ ഉള്ളിലും നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറാ. മൂപ്പര് വിളിച്ചാടോ എന്നോട് കാണാനായിട്ട് ഞങ്ങൾ എന്തായാലും ഇവിടെ പങ്കെടുക്കണം, എനിക്ക് എത്തിപ്പെടാൻ പറ്റൂല, ഞങ്ങൾ പങ്കെടുക്കണം. ഇയാള് എന്ത് വിവരക്കേടാന്ന് പറയും. എന്ത് വിവരം? സതീശൻ സാറ് നിങ്ങൾ വിളിക്കുക അങ്ങോട്ട്. ഏടാ, ഓൻ ട്രൗസർ ഇട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുണ്ട്. അയ്യോ, വർത്താനം നിർത്തിക്കാളി. എന്ത് ഒരു 3 മാസമായിട്ടില്ല ഈ ചാട്ടം. എന്ത് വേറെ വർത്താനം പറഞ്ഞോണ്ടിരുന്നത്? ഞാനോ? എനിക്കൊരൊറ്റ ഇതേ ഉള്ളൂ, ഞാൻ ഇന്ന് മാറുന്ന വ്യതിചലിക്കുന്ന പരിപാടിയേ ഇല്ല എനിക്ക്. ഞാൻ ഒന്നും ഇതിലാണല്ലേ. ഏതില്? സതീശ് സാറ് പറഞ്ഞില്ലേ? തുടർന്ന് ഫാസില ബാനുവും സംഘവും ഒരുക്കിയ ഗാനമേള ഓണരാവിന് സംഗീതത്തിന്റെ മധുരം പകർന്നു. രണ്ടാം ദിവസമായ വ്യാഴാഴ്ച വൈകുന്നേരം എടരിക്കോട് സംഘം അവതരിപ്പിച്ച ഒപ്പനയും കോൽക്കളിയും കലാമണ്ഡലം വിവേക് പാലക്കാടിന്റെ ചാക്യാർകൂത്തും അരങ്ങേറി. പിന്നണി ഗായകൻ അൻവർ സാദത്തും സംഘവും നയിക്കുന്ന മ്യൂസിക്കൽ ലൈവും നടന്നു. വെള്ളിയാഴ്ച പാലക്കാട് നിഴൽ ഫോക്ക് ബാൻഡിന്റെ നേതൃത്വത്തിൽ നാടൻപാട്ട്, തെയ്യം, തിറ, കാളിവേഷങ്ങൾ എന്നിവ അവതരിപ്പിക്കും. ഷൊർണൂർ കെ വിശ്വനാഥ പുലവർ സംഘത്തിന്റെ തോൽപ്പാവക്കൂത്തും തുടർന്ന് സമീർ ബിൻസിയും സംഘവും ഒരുക്കുന്ന സൂഫി കവ്വാലി നൈറ്റും നടക്കും. സമാപന ദിവസമായ ഓഗസ്റ്റ് 30 ഞായറാഴ്ച ശിവഗംഗ വളാഞ്ചേരിയുടെ തിരുവാതിരക്കളിയും പിന്നണി ഗായകൻ അഫ്സൽ നയിക്കുന്ന സ്മൃതിഗീതം മ്യൂസിക് ഷോയും അരങ്ങേറും. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊപ്പത്ത് ശിഹാബ് തങ്ങൾ അനുസ്മരണ സമ്മേളനം നടത്തി. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും വ്യവസായ IT AI വകുപ്പ് മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും ജനങ്ങളെ നയിച്ച ശിഹാബ് തങ്ങൾ മതേതരത്വവും മാനവികതയും സഹിഷ്ണുതയും മതസൗഹാർദ്ദവും രാജ്യത്ത് നിലനിർത്തുന്നതിൽ മികച്ച സംഭാവന നൽകിയ മഹത് വ്യക്തിത്വമാണെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. അദ്ദേഹം ഉണ്ടാക്കിയ മാറ്റങ്ങളും അതിൻ്റെ ചരിത്രവും ഒക്കെ പറഞ്ഞു. നമുക്കൊക്കെ അറിയാം, നമ്മുടെ അടിത്തറ വളരെ ബലപ്പെട്ടതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറയിൽ തന്നെ പടുത്തുയർത്തിയതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ വരുന്ന ഒരുവിധ കാറ്റിനും കോളിനും അതിനെ അനക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അതാണ്. ചിലപ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഓരോ കാലഘട്ടത്തിൽ അതത് വർത്തമാന കാലഘട്ടങ്ങളിലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയം എടുത്ത് ഉപയോഗിച്ച് മുസ്ലിം ലീഗിനെ എല്ലാ വിധത്തിലും അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കാൻ എല്ലാവരും കൂടി ശ്രമിച്ചിട്ടുണ്ട്. അവർ പലപ്പോഴും നമുക്കറിയാം പാർട്ടിക്ക് അകത്തുനിന്ന് പോലും പുലർത്തി പല രീതിയിലും, അതുപോലെ മതരംഗത്ത്, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഒക്കെ ഉള്ള പല ഘടകങ്ങളെയും സ്വാധീനിച്ചുകൊണ്ട് നോക്കിയിട്ടുണ്ട്. നമുക്കറിയാം, രാജ്യം ഇങ്ങനെ പോകുമ്പോൾ പ്രതിസന്ധി കാലഘട്ടങ്ങളുണ്ടാവും. ബാബരി മസ്ജിദ് അതിനൊരു ഉദാഹരണമാണ്. ഏത് കാലം, വിപരീത കാലം വന്നാലും അപ്പം നന്നായി ഉപയോഗിക്കും, എന്നിട്ട് മുസ്ലിം ലീഗിനെ തകർക്കാൻ നോക്കും. കഴിഞ്ഞ 10 വർഷക്കാലം നമുക്കറിയാം. കഴിഞ്ഞ 10 വർഷക്കാലം എന്ന് പറഞ്ഞത് അതുപോലുള്ളൊരു കാലഘട്ടമായിരുന്നു. ഇവിടെ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അർഹപ്പെട്ട യാതൊരു അവകാശങ്ങളും വകവെച്ച് കൊടുക്കാതെ 10 വർഷക്കാലം കൊണ്ടുപോയി.
എന്നിട്ടും അവരെ അനുകൂലിക്കാനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ കുറ്റം പറയാനും ആളുണ്ടായി. നമുക്കൊക്കെ നല്ലപോലെ അറിയാം, ഇത് കേരള സംസ്ഥാനത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ ഒരു ചിത്രം ഉണ്ടാക്കുന്നതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ശക്തി എത്രത്തോളം വലിയ ഘടകമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി എന്നിവർ ശിഹാബ് തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA കരീം, മുൻ ജില്ലാ ഭാരവാഹി PM യൂസഫ് ഹാജി അനുസ്മരണവും, ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം CK അബ്ദുള്ള മാസ്റ്റർ അനുസ്മരണവും, ജില്ലാ സെക്രട്ടറി ഇൻചാർജ് PEA സലാം മാസ്റ്റർ EK തങ്ങൾ അനുസ്മരണ പ്രഭാഷണവും നടത്തി. മാതൃകാ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന തണൽ റിലീഫ് സെൽ വിളയൂർ, ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ വല്ലപ്പുഴ എന്നിവയുടെ ഭാരവാഹികളെ ആദരിച്ചു. ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാംതടം ആമുഖ പ്രസംഗം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KP ബാപ്പൂട്ടി, റഷീദ് തങ്ങൾ, ജില്ലാ ഭാരവാഹികളായ PT മുഹമ്മദ്, KTA ജബ്ബാർ, CA സാജിദ്, പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് KT കുഞ്ഞുമുഹമ്മദ്, V ഹുസൈൻകുട്ടി മാസ്റ്റർ, വനിതാ ലീഗ് നേതാക്കൾ ജമീല ടീച്ചർ, മുനീറ ഉനൈസ് തുടങ്ങിയവരും മറ്റു ഭാരവാഹികളും സംസാരിച്ചു. CMB സംസ്ഥാന സെക്രട്ടറി PK ശശിയുടെ വീട്ടിൽ ഓണാഘോഷ പരിപാടിക്കെത്തിയ CPM മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. ഇത്തവണയും ആ പതിവ് തെറ്റിച്ചില്ല എന്ന തലക്കെട്ടോടെ PK ശശി തന്റെ മുഖപുസ്തകത്തിലെഴുതിയ കുറിപ്പാണ് ചർച്ചയ്ക്കിടയാക്കുന്നത്. ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. പാലുളിയും കുടുംബവും പതിവ് പോലെ ഓണത്തിന് PK ശശിയുടെ വീട്ടിൽ ഒത്തുചേർന്നു. വർഷങ്ങളായി തുടരുന്ന കുടുംബ സൗഹൃദം ഈ ഓണക്കാലത്ത് കൂടുതൽ ഊഷ്മളമാവുകയാണ്. രാഷ്ട്രീയത്തിനും തിരക്കുകൾക്കും അതീതമാണ് ഈ സ്നേഹവും സൗഹൃദമെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. PK ശശി പാർട്ടിക്കെതിരെ മത്സരിച്ചെങ്കിലും ശശിയുമായുള്ള ബന്ധത്തിന് തകരാറൊന്നുമില്ലെന്നായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പാലോളി മുഹമ്മദ് കുട്ടിയുടെ മറുപടി. തന്റെ അന്നത്തെ നിലപാടിന് അടിവരയിടുന്നതാണ് തിരുവോണ ദിനത്തിലെ ഈ സൗഹൃദ സംഗമം. സാധാരണ രീതിയിൽ ശശിയേട്ടനൊപ്പമാണ് സഖാവ് വോട്ടിന് വരാറുള്ളത്. ഇത്തവണ മാറിയാണ് വരുന്നത് എന്നാണ്. അതിപ്പോ ഈ സമയം തെറ്റിയതാണ്. ഞാൻ നേരത്തെ വന്നിട്ട് വോട്ട് ചെയ്തിട്ട് വേറെ പോകാനുണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ ശശിയായിട്ട് യാതൊരു ബന്ധത്തിനും തരാറ്. പഴയ സൗഹൃദത്തിന് വിള്ളലേറ്റിട്ടില്ലെന്നും പാർട്ടി മാറിയാലും പഴയ പാർട്ടിയിലെ അധികായകന്മാരുമായുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടിയിട്ടില്ലെന്ന സന്ദേശമാണ് PK ശശി തന്റെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിലൂടെ അറിയിക്കുന്നത്. ഓണാഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും ഭാഗമായി പണ്ടുകാലങ്ങളിൽ ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും ചെയ്തു വന്നിരുന്ന ഒന്നാണ് മാദേവർ പൂജ. ഇന്നിത് അപൂർവം വീടുകളിലും സ്ഥലങ്ങളിലും മാത്രമാണ് തുടർന്നു പോരുന്നത്. ഈ ചടങ്ങ് ഭക്തിപൂർവ്വം അനുഷ്ഠിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണ് വള്ളുവനാട്ടിലെ മാരായമംഗലം വേങ്ങനാട് ക്ഷേത്രം. ഓണത്തോടനുബന്ധിച്ചുള്ള പല ആചാരങ്ങളും ഓർമ്മയായി മാറുകയാണ്. അതിലൊന്നാണ് പണ്ടുകാലങ്ങളിൽ ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും ചെയ്തു വന്നിരുന്ന ഒന്നായ മാദേവർ പൂജ. ഇന്നിത് അപൂർവമായി മാത്രമാണ് കാണാനാവുക. ഇക്കഴിഞ്ഞ 25 വർഷമായി മാരായമംഗലം വേങ്ങനാട് ക്ഷേത്രത്തിൽ തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിക്കലും മാദേവർ പൂജയും നടത്തി വരുന്നുണ്ട്. ഈ വർഷവും ക്ഷേത്രത്തിൽ തിരുവോണനാളിൽ അതിരാവിലെ തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിച്ച് മാദേവർ പൂജ നടത്തി. ക്ഷേത്രം മേൽശാന്തി ഗുരുവായൂർ മണികണ്ഠൻ ശർമ്മയുടെ നേതൃത്വത്തിൽ അമ്പലമുറ്റത്ത് അരിമാവ് കൊണ്ട് അണിഞ്ഞ തൃക്കാക്കരയപ്പനെ ഭക്തിപൂർവം നാക്കിലയിൽ ഇരുത്തിയാണ് എഴുന്നള്ളിച്ച് വെച്ചത്. തൃക്കാക്കരയപ്പന് ഹരഹരോ ഹര എന്ന നാമജപത്തിന്റെ അകമ്പടിയോടെയാണ് പ്രതിഷ്ഠാകർമ്മം നടത്തിയത്. തുടർന്ന് മേൽശാന്തി മാദേവർ പൂജ നടത്തി നിവേദ്യമായി പൂവടയും പഴവും അവിലും മലരും അപ്പവും ഭക്തജനങ്ങൾക്ക് നൽകി. ഇതേസമയം ക്ഷേത്രമുറ്റത്ത് ഭക്തജനങ്ങൾ ആർപ്പുവിളികളും പൂവിളികളും നടത്തി. ക്ഷേത്രം മാതൃസമിതിയിലെ അംഗങ്ങൾ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു. ക്ഷേത്രത്തിൽ നേദിച്ച പാലടപ്രഥമൻ അടക്കം നൈവേദ്യങ്ങളും പ്രസാദമായി നൽകി. നിരവധി ഭക്തജനങ്ങൾ മാദേവർ പൂജയിൽ പങ്കെടുത്തു. ക്ഷേത്രം രക്ഷാധികാരിയായ പറമ്പത്ത് രാമൻകുട്ടി നായർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഭാസ്കരൻ വൃന്ദാവനം, സെക്രട്ടറി P ബാലകൃഷ്ണൻ, വാസു കീഴോപ്രത്തൊടി, ഉണ്ണികൃഷ്ണൻ മങ്ങാട്ട്, ജയകുമാർ ഉല്ലാസ്, ഡോക്ടർ K അജിത്, K സതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. CITU മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ വൈദ്യുതി പ്രതിസന്ധി.
രാഷ്ട്രീയം, സ്വകാര്യവൽക്കരണം, അതിജീവനം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 19, 20 തീയതികളിലാണ് CITU മലപ്പുറം ജില്ലാ സമ്മേളനം നടത്തുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച സെമിനാർ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി മേഖലയുൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അതിതീവ്ര സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കണമെന്നും ജനകീയ പ്രതിരോധത്തിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ ചെറുക്കണമെന്നും കൂട്ടായി ബഷീർ പറഞ്ഞു. സ്മാർട്ട് മീറ്റർ പോലുള്ള നവീന ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് സംഘടന എതിരല്ല. അതിന്റെ മറവിൽ KSEBയെ തകർക്കുന്നതിനും തൊഴിലാളി ജനവിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെയും തൊഴിലാളികളും ഓഫീസർമാരും ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് C. ശ്രീധരൻ പറഞ്ഞു. ജില്ലാ കോർഡിനേഷൻ കൺവീനർ രമേശ് ചേലേമ്പ്ര അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് AR വേലു, ജില്ലാ സെക്രട്ടറി പത്മജ P, അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സജിത് P, പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി AP പ്രഭാകരൻ, ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് E. രാജീവ്, CITU ജില്ലാ സെക്രട്ടറിയും സ്വാഗത സംഘം ചെയർമാനുമായ MM മുസ്തഫ, ഡിവിഷൻ സെക്രട്ടറി CA സലീം എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സ്മാർട്ട് ഫോൺ സർവീസ് എഞ്ചിനീയറിംഗ് പരിശീലന രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ നവീകരിച്ച ഒറ്റപ്പാലം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 29 നടക്കും. JRJ റെസിഡൻസിയിൽ രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ കേരള വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ സ്മാർട്ട് ലാബിന്റെ ഉദ്ഘാടനവും പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ കോൺവൊക്കേഷൻ സെറിമണിയുടെ ഉദ്ഘാടനവും നിർവഹിക്കും. വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഒറ്റപ്പാലത്തെ ശാഖ അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ചിരിക്കുന്നത്. 1998 മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിച്ച ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യകാല സ്മാർട്ട് ഫോൺ സർവീസ് എഞ്ചിനീയറിംഗ് പരിശീലന സ്ഥാപനങ്ങളിൽ ഒന്നാണ്. നിലവിൽ കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വിദേശത്തുമായി 21 ശാഖകൾ സ്ഥാപനത്തിനുണ്ട്. 2019 ആരംഭിച്ച ഒറ്റപ്പാലം ശാഖ വഴി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇതിനകം പരിശീലനവും മികച്ച പ്ലേസ്മെന്റും നൽകാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. 1998 മുതൽ മലപ്പുറം ജില്ലയിൽ കോട്ടാക്കൽ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ സർവീസ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പുതുതലമുറയ്ക്ക് ദിശാബോധമേകിക്കൊണ്ട് വളർന്ന് പന്തലിച്ച് കേരളത്തിൽ തന്നെ 15ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കേരളത്തിന് പുറത്ത് ന്യൂഡൽഹി, ഹൈദരാബാദ്, ആസാം തുടങ്ങിയ സ്ഥലങ്ങളിലും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ദുബൈ, കുവൈത്ത്, കാമറൂൺ, ഗുനിയ, ഐവറി കോസ്റ്റ് ഇവിടങ്ങളിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വലിയ തോതിൽ സർവീസ് സെൻറ്റർ നെറ്റ്വർക്കുകളും ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് വിതരണം ചെയ്യുന്ന സവിശേഷമായ ട്രേഡിംഗ് ഡിവിഷനുകളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര മാനവ വികസന വകുപ്പിൻ്റെ കീഴിൽ TSSC, അതിൻ്റെ NSDC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കേരള VHSCൻ്റെ കരിക്കുലം, അതായത് നമ്മുടെ കേരള സർക്കാരിൻ്റെ സമഗ്ര ശിക്ഷ കേരള കരിക്കുലം കമ്മിറ്റിയിൽ അംഗമാണ്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് തെലങ്കാന സർക്കാരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഗൂഗിൾ സെറിയുടെ മൊബൈൽ റിപ്പയർ ആക്സിലേറ്റർ പ്രോഗ്രാമിൽ നമ്മളാണ് അതിൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെങ്ങനെയാ വെച്ചാൽ പാവപ്പെട്ട 100 വിദ്യാർത്ഥികളെ നമ്മൾ ഈ മേഖലയിൽ അവർക്ക് വേണ്ട ടെക്നിക്കലി ആയിട്ടുള്ള റിപ്പയർ ചെയ്യാനുള്ള കഴിവ് അത് നമ്മൾ ഈ ഒരു സംഭവത്തിലൂടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോ മാസത്തിലും ഏകദേശം ഒരു ദിവസം ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു വിദ്യാർത്ഥി വിദേശത്തേക്ക് നമ്മൾ ട്രെയിനിങ്ങും അതുപോലെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രെയിനിങ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. ഇവർക്ക് തുടക്കത്തിൽ ഏകദേശം 2 വർഷത്തെ ഒരു ആനുവലി ഇൻകം എന്ന് പറഞ്ഞ ഒരു 12 ലക്ഷം ടു 15 ലക്ഷത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സാലറി പാക്കേജുകൾ തന്നെ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഉദ്ഘാടന സമ്മേളനത്തിൽ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഒറ്റപ്പാലം ഡയറക്ടർ ഹംസ സ്വാഗതം ആശംസിക്കും. ചെയർമാൻ ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ മുത്തു കൊഴിച്ചേന മുഖ്യപ്രഭാഷണം നടത്തും. വാർഡ് കൗൺസിലർ സജീഷ്, VPA അബ്ദുൾകുട്ടി,
ഉണ്ണികൃഷ്ണൻ, കിനാനൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. ഡയറക്ടർ മുഹമ്മദ് അലി ഷഫീഖ് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തും. ശനിയാഴ്ച അടുത്ത 29/8/2026 ഇൻസ്റ്റിറ്റ്യൂഷൻ പുതുക്കി പണിതതിൻ്റെ ഉദ്ഘാടന കർമ്മം അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഹൈടെക് ലാബ് ഉദ്ഘാടനം ഒറ്റപ്പാലം MLA പ്രേംകുമാർ സാറ്, അഡ്വക്കേറ്റ് പ്രേംകുമാർ സാറാണ് നിർവഹിക്കുന്നത്. അതേപോലെ കോൺവെക്കേഷൻ സെറിമണി പട്ടാമ്പി MLA മുഹ്സിൻ സാർ നിർവഹിക്കുന്നതാണ്. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒറ്റപ്പാലം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മാനേജിംഗ് ഡയറക്ടർ ഹംസ മാരായമംഗലം, ഡയറക്ടർ N മുഹമ്മദ് യാസർ, ഹെഡ് ഓഫ് ഫാക്കൽറ്റി VS വിനീത്, ഹെഡ് ഓഫീസ് പ്ലേസ്മെന്റ് മാനേജർ KP മുരളീകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. മുണ്ടകൻ കൃഷിക്ക് ഉഴുതുമറിക്കുന്ന പാടത്ത് ആളുകൾ കൂട്ടമായി മത്സ്യം പിടിക്കുന്നത് ആവേശക്കാഴ്ചയായി. കുട്ടികളും യുവാക്കളും മുതിർന്നവരും ഉൾപ്പെടെ പാടത്തെ ചെളിയിൽ ഇറങ്ങി മത്സരിച്ചു മീൻ പിടിച്ചു. ഓണ അവധിക്കാലത്ത് കുട്ടികൾക്കും കിട്ടിയൊരു അവസരമായിരുന്നു ഇത്. അങ്ങാടിപ്പുറം തിരൂർക്കാടിനടുത്ത അരിപ്ര വേളൂർ പാടത്താണ് ഈ കാഴ്ച കണ്ടത്. ആളുകൾ മീൻ പിടിക്കുന്നത് കൂടിയ ആളുകൾ നോക്കി നിന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മണ്ണാർക്കാട് കല്ലടിക്കോട് വാഹനാപകടം. അപകടത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. തിരുവേഗപ്പുറയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 8 വയസ്സുകാരനെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുന്നു. ഒഴുക്കിൽപ്പെട്ട സഹോദരനെ നാട്ടുകാർ രക്ഷപ്പെടുന്നു. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കം. ദേശീയപാതയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മാറ്റി സ്ഥാപിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ സ്ഥലം പരിശോധിച്ചു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. പോക്സോ കേസിൽ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി റിമാൻഡിൽ. മലപ്പുറം ജില്ലാതല ഓണാഘോഷത്തിന് കോട്ടക്കുന്നിൽ തുടക്കം. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു.